വന്നതെല്ലാം മുമ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയമായിട്ട് സഹോ പിണറായിക്കെതിരായിട്ടും അതുവഴി പാർട്ടിക്കെതിരായിട്ടും നടക്കുന്ന ഏറ്റവും ശക്തിമത്തായ കടന്നാക്രമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിൽ പിണറായി വിജയൻ പ്രതിയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ശക്തമത്തായ കടന്നാക്രമമാണെന്നുള്ളതാണ് സത്യം. അതെ അതെ. അല്ല, ED അന്വേഷണം തുടരാൻ FIR ഇട്ടിട്ടില്ല. FIR ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരാമെന്നാണ് പറഞ്ഞത്. എന്ത് അന്വേഷണം തുടരേണ്ടത്? എല്ലാ കോടതികളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി എല്ലാം സ്ക്രൂട്ടിനിക്ക് വിധേയപ്പെടുത്തി അവസാനിപ്പിച്ചതാണ്. ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈ BJPയുടെ ഗൂഢാലോചനയുടെ ഡീല് എന്ന് ഞങ്ങളെപ്പറ്റിയാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIയും അതുപോലെ തന്നെ BJPയും ഡീലാണെന്നാണ്. ഇപ്പോഴാ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJPയും UDFും തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ആശങ്കയില്ല. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇതുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. വന്നതെല്ലാം മുമ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയമായിട്ട് സഹോ പിണറായിക്കെതിരായിട്ടും അതുവഴി പാർട്ടിക്കെതിരായിട്ടും നടക്കുന്ന ഏറ്റവും ശക്തിമത്തായ കടന്നാക്രമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിൽ പിണറായി വിജയൻ പ്രതിയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ശക്തമത്തായ കടന്നാക്രമമാണെന്നുള്ളതാണ് സത്യം. അതെ അതെ. അല്ല, ED അന്വേഷണം തുടരാൻ FIR ഇട്ടിട്ടില്ല. FIR ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരാമെന്നാണ് പറഞ്ഞത്. എന്ത് അന്വേഷണം തുടരേണ്ടത്? എല്ലാ കോടതികളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി എല്ലാം സ്ക്രൂട്ടിനിക്ക് വിധേയപ്പെടുത്തി അവസാനിപ്പിച്ചതാണ്. അവിടെ ഒന്നും കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ്. മാത്രമല്ല, കൊളനാടിനെതിരായിട്ട് പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു തരത്തിലും സഖാവ് പിണറായി വിജയനെ പ്രതി ചേർക്കാനാവാത്ത ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോഴും പാർട്ടിക്കെതിരായ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് പിണറായിക്കെതിരായിട്ടുള്ള ഈ പുതിയ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടുള്ളൂ. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ശക്തിയായിട്ട് നേരിടുകയും ചെയ്യും. ഇല്ല, അല്ല, അവകാശ ലംഘനം മാത്രമല്ല, ഇത് യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിലുള്ള തടഞ്ഞുവെപ്പാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും അവർക്ക് നേടാനുമില്ല. പക്ഷേ ഇവിടെ തികച്ചും തെറ്റായ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണയ്ക്ക് വേണ്ടി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ബേജാറായാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. വീണയ്ക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങളത് ഇടപെടേണ്ട കാര്യം. ഇതിന് പിണറായി വിജയനെ പിന്നെ എന്തിനാണ് പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നത്? അതെന്താ നിങ്ങൾ ഉത്തരം? പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? പറഞ്ഞല്ലോ. അല്ല, അതല്ലാന്ന് അന്നേ പറഞ്ഞല്ലോ. ഞാനല്ല ആ PV എന്ന്. അത് പിണറായി തന്നെ വ്യക്തമാക്കിയല്ലോ. നേരെ മറിച്ച് മറ്റവർ രണ്ടുപേരും അംഗീകരിച്ചതാണ് ഞങ്ങളുടെ പേര് തന്നെയാണെന്നും. അതാ കാര്യം. ഒന്ന് നിഷേധിച്ച് അന്ന് മുതലേ നിഷേധിച്ചു. ആ PV ഞാനല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കൃത്യമായിട്ട് അവരുടെ പേര് എല്ലാവർക്കും അറിയുന്ന പേരാണ്. ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നത് 2 മന്ത്രിമാരെന്ന് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇതാണ് കാര്യം. ഞങ്ങൾക്കിതിൽ ഒരു റിസൾട്ട് അറിയാനില്ല. കാരണം ഇത് പിണറായി വിജയനുമായി ഇതിന് യാതൊരു ബന്ധമില്ല. പിന്നെ എന്ത് റിസൾട്ട് അറിയേണ്ട കാര്യം? നിങ്ങൾ എന്ത് റിസൾട്ടിനെ പറ്റിയാണ് പറയുന്നത്? എന്ത് പരിശോധന? മുമ്പേ പരിശോധിച്ചെല്ലാം പൂർണ്ണമായി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞാണല്ലോ എല്ലാം. ഈ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നടന്ന കോടതിയുടെ കേസുകളിൽ ഇതൊക്കെ തെറ്റാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലില്ലല്ലോ. ഇനി വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് FIR ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന് നേരെ വരാനുള്ള അടിസ്ഥാനം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് രാഷ്ട്രീയം മാത്രമാണ്, വേറെ ഒന്നും അതിലില്ല. തെളിവില്ലാന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. എന്താ സംശയം? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പിണറായി വിജയനുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ വേറെ അന്വേഷണം നടക്കേണ്ടത്?
അതാ ഞാൻ പറഞ്ഞത്, കോടതി തന്നെ പറഞ്ഞത് ഉറപ്പ്, വേറെ ആര് പറഞ്ഞ ഉറപ്പാണ്? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയമാണല്ലോ എന്ന്. കോടതി തന്നെ പറഞ്ഞല്ലോ ഗവൺമെന്റിനോ പിണറായിക്കോ ഇതിലൊരു പങ്കുമില്ല എന്ന് കോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. പിന്നെ എന്തിനാണ് വീണ്ടും അന്വേഷണത്തിന്റെ പേരിൽ പിണറായി വിജയനെ ഇപ്പോൾ ഇവിടെ റെയ്ഡ് നടത്താൻ പുറപ്പെട്ടത്? എന്തിനാ? അത് രാഷ്ട്രീയ, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് രാഷ്ട്രീയ പ്രേരിതം, അതാണ് കാര്യം. ശരി, നിയമപരമായ നീക്കങ്ങളൊന്നും നടത്താൻ പിണറായി വിജയനോ CPM-നോ കഴിയില്ല. ആ സമയത്ത് പിണറായിക്കെതിരായ ഒരു കടുത്ത നടപടിയിലേക്ക് ഇപ്പോ ED പോയാൽ പ്രതിരോധിക്കുമോ CPM? ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് നിയമപരമായും അതുപോലെ തന്നെ ജനകീയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചും ഞങ്ങൾ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. നിയമപരമായ പ്രതിരോധത്തിൽ മുഴുവൻ ഇതേവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയനെ ബന്ധിപ്പിക്കാനോ പിണറായിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ടോ ഒരു കാര്യവും തെളിവായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതേവരെയുള്ള നമ്മുടെ അനുഭവം. ഒരു കാര്യമില്ല. ഇഡിയുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്, അവിടെ എന്താണ് രേഖയുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണെന്ന് പിണറായി പറഞ്ഞത്. അല്ല, നിങ്ങളുടെ കയ്യിൽ പ്രതികരണമുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് കോടതി അത് സംബന്ധിച്ച് പറഞ്ഞു വെച്ച അവസാനത്തെ വാക്കാണ്. ഇതിൽ ഗവൺമെന്റിനോ പിണറായി വിജയനോ യാതൊരു തരത്തിലുള്ള സഹായവും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് കോടതി. അപ്പൊ ആ കോടതി പറഞ്ഞ പരാമർശത്തിൽ മാത്രം നിന്നാ മതി. ജഡ്ജിമെന്റ് വന്നിട്ടുണ്ട്, പരിശോധിച്ചാൽ മനസ്സിലാവും. ജഡ്ജിമെന്റ് വന്നില്ല. അങ്ങനെ അതെല്ലാം വേറെ മറ്റേ കേസൊന്നും നിലവിൽ യഥാർത്ഥത്തിലുണ്ടായ എല്ലാ കേസിന്റെയും മേലെ സ്ക്രൂട്ടിനി നടന്നിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പുതുതായിട്ട് കേസുണ്ടാക്കുകയും ആ കേസിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി തന്നെ ഇതിന്റെ മേലെ FIR പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയുന്ന നില എത്തുകയും ചെയ്തിട്ടുള്ളത്. അതാണല്ലോ കാര്യം. യെസ്, ഫണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ മകളും ഗുണഭോക്താക്കളാണ് എന്നുള്ളതാണ്. അതാണ് കാരണം. അതെ, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, മകള് വാങ്ങിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അത് കരാറാണ്. ഒരു കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 1,72,72,00,000 രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട രേഖയുണ്ട്. അതിനവർ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും നിർവഹിച്ചിട്ടുണ്ട്. അത് അവരുടെ കരാറിന്റെ ഭാഗമായിട്ടാണ്, സേവനം നൽകിക്കൊണ്ടാണ്. സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്, സേവനം നൽകിയിട്ടുണ്ട് ഇവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ മേലെ വേറെ പ്രശ്നമില്ല. ഉണ്ട്. അല്ല, കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ അവർ കൺക്ലൂഷൻ പറഞ്ഞിട്ട് കാര്യം. ശരി, നമുക്കിപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഇതിന് വേറെ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിലെ CPM-നെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആയുധമാണ്. പിണറായിക്കെതിരായിട്ട് ഇങ്ങനെയൊരു കേസ് ചമക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ്. ഈ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഞങ്ങളിതിനെ ഫലപ്രദമായിട്ട് നേരിടുക തന്നെ ചെയ്യും. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് രംഗത്തുള്ളത് എന്ന കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഈ വിഷയം ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്, ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എല്ലാവരും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്.